MLA ശാന്തകുമാരി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഏറെ ദാരുണമായൊരു അപകടം, 4 കുട്ടികളുടെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത്. ശ്രീമതി ശാന്തകുമാരി, താങ്കൾക്ക് ആ പ്രദേശം അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. സ്ഥിരം അപകടം ഉണ്ടാകുന്ന സ്ഥലമാണ്. ഇപ്പോൾ നാട്ടുകാർ അവിടെ വലിയ പ്രതിഷേധത്തിലുമാണ്. പിന്നെ ഞാൻ കേട്ടു. ഞാനിപ്പോൾ ആ സ്ഥലത്തുണ്ടായിരുന്നു. അതിനുശേഷം കുട്ടികൾ ഈ മരണപ്പെട്ടത് വളരെ കൊച്ചുമക്കൾ ഭയങ്കര ദാരുണമായിട്ടൊരു സംഭവമാണ്. കുട്ടികളുടെ ബോഡി അവിടെയുള്ള ഹോസ്പിറ്റലിലേക്ക് ഞാനും കളക്ടറും കൂടെ അവിടെ വന്നിരിക്കുകയാണ്. അത് മുതുകുറിശി ജംഗ്ഷനിലാണ്. അപ്പം അങ്ങോട്ട് വന്നതാണ്. അവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ അവിടുത്തെ കാര്യങ്ങളെല്ലാം അവിടെ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ, അതുപോലെ തന്നെ പോലീസും മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ലോറിയൊക്കെ ഉയർത്തിയിട്ടുണ്ട് മാഡം. പക്ഷേ നാട്ടുകാർ പറയുന്നത് ഇതാണ്, സ്ഥിരമായി അപകടം ഉണ്ടാകുന്ന സ്ഥലമാണ്, നിരവധി ജീവനുകൾ പൊലിയുന്നു. ഇനിയും അത്തരത്തിൽ അവർക്കത് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. ഇന്നിപ്പോൾ 4 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവനാണല്ലോ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരം വേണം എന്നത് തന്നെയാണ്. ഈ അശാസ്ത്രീയ റോഡ് നിർമ്മാണമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. തീർച്ചയായിട്ടും അക്കാര്യത്തിൽ ഞാനും അറിയുന്ന സ്ഥലമാണ്. കാരണം ആ സ്ഥലം എൻ്റെ മണ്ഡലത്തിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. സ്ഥിരമായിട്ട് ഈ പറഞ്ഞ ചെറുതും വലുതുമായിട്ടുള്ള ആക്സിഡന്റ് ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പം അതിന് നമ്മൾ അതിന് വേണ്ടിയിട്ട് എല്ലാ പ്രിക്കോഷൻസ് എടുക്കുന്നു. കാരണം നിയമസഭയിൽ ഞാൻ സബ്മിഷൻ കൊണ്ടുവന്ന് അതിൻ്റെ ഒരു വളവ് നിവർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണം ആവശ്യപ്പെട്ടതാണ്. അതിൽ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഇവിടെ വർക്ക് നടക്കുന്ന സമയത്ത് തന്നെ ഇതിന് സ്മൂത്ത്നെസ് വർദ്ധിച്ചപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി നടപടികളെല്ലാം ഞങ്ങൾ അവിടെ നിന്ന് ടീമായി നിന്നിട്ടാണ് അതെല്ലാം കുറച്ചു വെച്ചത്. പക്ഷേ ഒരു ശാശ്വത പരിഹാരം എന്ന് പറയുന്ന അവിടുത്തെ ഒരു ഷേപ്പിലുള്ള വളവൊരു നിവർത്തി കിട്ടുമെന്ന് മാത്രമാണ്. ഞാൻ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറിനോടൊപ്പം തന്നെയുണ്ട്. ഞാൻ കളക്ടറുമായിട്ട് സംസാരിച്ചതാണ്. തീർച്ചയായും താങ്കളുടെ ഒരു ഇടപെടൽ നമ്മൾ പ്രതീക്ഷിക്കണം. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് നമ്മളിപ്പോഴും അവിടെ പനയമ്പാടത്ത് കാണുന്നത്.